റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി അലാമത്ത് സ്വഹീഹ് അഥവാ ശരി ടിക്ക് ചെയ്യാനാണുള്ളത് അല്ലേ. 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 5 ചോദ്യങ്ങൾ, അതിന് 3 ഉത്തരങ്ങൾ ഓരോന്നിനും ഓപ്ഷനുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ഓപ്ഷനുകളൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് ശരിയായത് ടിക്ക് ചെയ്യാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം മാളി മജ്ഹൂൽ. മാളി മജ്ഹൂലായ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. യസ്മഉ ഖുത്തില ലറബ. ഏതാണ് അത്? ഖുത്തിലയാണ് അല്ലേ. ഖത്തലയാണെങ്കിൽ മാളി മഅറൂഫാണ്. മാളി ആവുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മ്, രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റ്, മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹ്, അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അത് ഖുത്തിലയാണ് വരിക. യസ്മഉ എന്നുള്ളത് മുലാരിയാണ്, മഅറൂഫാണ്. ലറബ എന്നുള്ളത് മാളി മഅറൂഫാണ്. രണ്ടാമത്തത് ഇദശംസു കുവ്വിറത്ത്. അതും ആ ഭാഗത്തിനെ പഠിച്ചതാണ് നമ്മളല്ലേ. ഇദശംസു കുവ്വിറത്ത്. സയ്യാറത്തു അൽ ഖമറു എന്നൊന്നുമല്ല, ഇദശംസു കുവ്വിറത്ത് എന്നാണ്. ഇനി മൂന്നാമത്തത് യുനസ്സിലുല്ലാഹു അല്ലേ. അള്ളാഹു വർഷിക്കും. എന്ത്? മഴയാണ്. അൽ മത്വറ എന്നാണോ അൽ മത്വരി എന്നാണോ അൽ മത്വറു എന്ന് പറഞ്ഞാൽ അർത്ഥമൊക്കെ മഴ എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ഇറാബ് നോക്കാണ്ട്. ഫീലും ഫായിലും കഴിഞ്ഞു. യുനസ്സിലു ഫീലാണ്, അള്ളാഹു ഫായിലാണ്. ഇനി മഫ്ഊലാണ് വേണ്ടത്. മഫ്ഊലിന് നസ്ബാണ് വരിക. അപ്പോൾ ഏതാണ് ഇതിൽ പറ്റുക? മത്വറ എന്നുള്ളതാണ് പറ്റിയത്. ആ നസ്ബ് കൊടുത്തേക്കണ്. മത്വരി മത്വറൊന്നും പറ്റൂല. അപ്പോൾ യുനസ്സിലുല്ലാഹുൽ മത്വറ എന്നായി. ഇനി നാലാമത്തത് ലറബൽ വാലിദു. അതും അതേപോലെ തന്നെ പിതാവ് അടിച്ചു. ലറബ അടിച്ചു, വാലിദ് പിതാവ്. ആരടിച്ചത്? അബീഹി തൻ്റെ ഉപ്പയെ, വലദഹു തൻ്റെ കുട്ടിയെ, ഉമ്മിഹി തൻ്റെ ഉമ്മയെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വലദഹു എന്നാണല്ലേ. ലറബൽ വാലിദു വലദഹു. ലറബൽ വാലിദു ഫീലും ഫായിലും കഴിഞ്ഞു. വലദ മഫ്ഊല്. അപ്പോൾ അവിടെ നസ്ബ് കൊടുത്തിട്ടുണ്ട്. ഹു എന്നുള്ളത് ലമീറാണെന്നൊക്കെ നമുക്കറിയാലോ. അഞ്ചാമത്തത് ലർഫു ജമാൻ. നമ്മൾ ലർഫു ജമാൻ ലർഫു മക്കാനും പഠിച്ചില്ലേ. ജമാന് പറഞ്ഞാൽ സമയമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. സമയം അല്ലേ. ഇതിലേതാ? ഖൽഫ ഇന്ദ ബുക്ര. ഖൽഫ എന്ന് പറഞ്ഞാൽ പിറകിൽ, ഇന്ദ അടുത്ത്, ബുക്ര എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പോൾ ഇതിൽ സമയം ഏതാണ്? ബുക്രത്തൻ എന്നുള്ളതാണ്. ഖൽഫ ഇന്ദ എന്നല്ല, ബുക്രത്തെയാണ് ലർഫു ജമാൻ. ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ സിൽ ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. താഴെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോക ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഉത്തരങ്ങളായിട്ട്. അപ്പോൾ അത് ഓരോന്നും വായിച്ചു നോക്കി, ഇറാബുകൾ നോക്കി, ഗ്രാമറൊന്നും തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്നതാണ് എഴുതേണ്ടത്. ഇവിടെ കാന ഉണ്ടല്ലേ, ആയിരുന്നു എന്നുള്ള അർത്ഥം. ഔ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ വാജിബത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. മുസ്ലിമു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഇന്ന നിശ്ചയമായും. വ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ്. ആൻഡ് എന്നുള്ള അർത്ഥത്തിലൊക്കെ. പിന്നെ സ്വലാത്ത്, നിസ്കാരം, സ്വലാത്ത അല്ലേ. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യസൂമു ഫീഹി. യസൂമു പറഞ്ഞാൽ നോമ്പ് നോൽക്കും. ഫീഹി അതിൽ. അപ്പോൾ ആ മാസത്തിൽ നോമ്പ് നോൽക്കും. ആര്? ഇനി ആരോ ഇവിടെ ഉണ്ട്. മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും എന്നാണ് അല്ലേ. ഇവിടെ മുഅന്നസ് സാലിം ഇവിടെ ഉണ്ട്. ഇനി ഒരു മുദക്കർ, മുദക്കർ സാലിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് അൽ മുസ്ലിമൂൻ. ഇതാണ് ഒന്നാമത്തത്. അപ്പോൾ ഇവിടെ അൽ മുസ്ലിമൂന എന്ന് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? യസൂമുൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു എന്നാവും.
അപ്പോൾ അത് കറക്റ്റായി. ഇനി രണ്ടാമത്തത് ഇന്ന ഡാഷ് വാജിബത്തുൻ. ഇന്ന തീർച്ചയായും ഡാഷ് വാജിബത്തുൻ. ഇന്ന വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഖബർ ഇവിടെ ഉണ്ട്, ഖബറിന് റഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്മിന് നസ്ബ് കൊടുക്കുന്നൊരു വേർഡാണ് ഇവിടെ വേണ്ടത്. അതേതാണത്? ഇന്ന സ്വലാത്ത ലേതാ സ്വലാത്ത. അതാണ് രണ്ടിൻ്റെ ഉത്തരം. ഇത് നസ്ബ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ ഇന്ന സ്വലാത്ത വാജിബത്തുൻ. അപ്പോൾ അതിനോട് യോജിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഇന്ന സ്വലാത്ത വാജിബത്തുൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിസ്കാരം നിർബന്ധമാണ് എന്നർത്ഥം. മൂന്നാമത്തത് ഡാഷ് അത്തിഫ്ലു മുബത്തസിമൻ. ഡാഷ് അത്തിഫ്ലു കുട്ടി മുബത്തസിമൻ പുഞ്ചിരിക്കുന്നു എന്നാണ് ഇവിടെ. പിന്നെ തിഫ്ലു എന്നുള്ള ഇസ്മിന് റഫ് ആണ്. അപ്പോൾ അതിന് ഇസ്മിന് റഫ് ചെയ്യുന്ന ഒരു ആമിലാണ് അവിടെ കൊടുക്കേണ്ടത്. അതേതാണ്? നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, കാനയാണ് അല്ലേ. കാന തിഫ്ലു മുബത്തസിമൻ. അതിൻ്റെ പിന്നെ ഖബറിന് നസ്ബും ചെയ്തിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റാണല്ലോ. ഇതത് രണ്ടും നേരത്തെ പറഞ്ഞത് രണ്ടും. അപ്പോൾ കാന തിഫ്ലു മുബത്തസിമൻ, കാനാണ് അവിടെ ചേർക്കേണ്ടത്, കുട്ടി പുഞ്ചരിക്കുന്നവനായി എന്നർത്ഥം. നാലാമത്തത് അക്കൽത്തുൽ യൗമൽ ഖുബ്സ. അക്കൽത്തു ഞാൻ തിന്നു, അൽ യൗമ ഇന്ന്. എന്ത് തിന്നു? അൽ ഖുബ്സ പത്തിരിയും ഇറച്ചിയും. പത്തിരിയും ഇറച്ചിയും. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ആൻഡ് എന്നുള്ളൊരർത്ഥത്തിൽ യോജിപ്പിക്കാൻ ഏതാണ് ഇവിടെ കൊടുക്കുക? നമ്മൾ നേരത്തെ ചെയ്തതിൽ ഇവിടെ മൂന്നാമത്തേൽ കാന മൂന്നാമത്തേൻ്റെ ആൻസറാണ്. പിന്നെ നാലാമത്തേത് ഇപ്പോൾ പറഞ്ഞതിൽ ഏതാണ്? ഉവ എന്നുള്ളതാണ് അല്ലേ. ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഉവ. അഥവാ അകൽത്തുൽ യൗമൽ ഖുബ്സ, ഇന്ന് ഞാൻ പത്തിരി തിന്നു, വല്ലഹമ ഇറച്ചിയും തിന്നു എന്നാണ്. വാഫ് നമ്മൾ അത്തിഫിൻ്റെ അക്ഷരമാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പിന്നെ അതെന്ത് ചെയ്യും? ഇറാബിൽ തുടരും എന്നും പഠിച്ചിട്ടുണ്ടല്ലോ. ആത്തിഫ് മാത്തൂഫ് അലൈഹിയുടെ ഇറാബിൽ തുടരും. ദാ ഖുബ്സ. പിന്നെ ഇവിടെ അത്തിഫിൻ്റെ അക്ഷരം വന്നു, അപ്പോൾ ലഹമ്മ ഒക്കെ ഇറാബിൽ ഒരേപോലെ ആകും. ഇനി അഞ്ചാമത്തത് ഉൻസുർ അഖാക്ക ലാലിമൻ ഡാഷ് മദ്ലൂമൻ. ഉൻസുർ അഖാക്ക, നീ നിൻ്റെ സഹോദരനെ സഹായിക്കുക. ലാലിമൻ അക്രമിയാണെങ്കിലും അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത്? അത് എന്താ? അതും അത്തുഫിൻ്റെ അക്ഷരമാണ്, ഔ എന്നാണ്. ഔ മദ്ലൂമൻ, അല്ല ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും ശരി എന്നുള്ള അർത്ഥത്തിൽ വരും. ഇവിടെ നോക്കൂ, എന്താ മഅത്തൂഫ് അലൈഹിക്കും മഅത്തൂഫിനൊക്കെ ഒരേ ഇറാബ് വന്നിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി ഉക്തുബുൽ അദദ, എണ്ണ എഴുതാനാണ്. 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എണ്ണങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ എന്താണ്? അൽ ഹുറൂഫുൽ നാസിബത്തു ലിൽ മുളാരി. മുളാരി ആയ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അതെത്രയാണ്? അർബഅത്തുൻ. അല്ലൻ, കൈ, ഇതൻ ഒക്കെ പഠിച്ചല്ലോ. 2 അല്ലമാഇറുൽ മുൻഫസില. മുൻഫസിലായ ലമീറുകൾ എത്രയാണ്? അത് 14 എന്ന് പറഞ്ഞാൽ 14 എണ്ണാണ്. പിന്നെ മൂന്നാമത്തത് അൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരി. മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ. നസ്ബ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു 4 എണ്ണാണ്. ജസ്മ് ചെയ്യുന്നത് എത്രയാണ്? അത് 5 എണ്ണാണ് അല്ലേ. 5 എണ്ണാണ്. ലം, ലമ്മ, ലാമുൽ, അംറു, ലാലിൽ, ലഹിയൊക്കെ പഠിച്ചല്ലോ. ഇനി നാലാമത്തത് ഹുറൂഫുൽ ആത്തുഫി. ആത്തുഫിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? നമ്മൾ ആത്തുഫിൻ്റെ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചെണ്ണം വേറെ ക്വസ്റ്റ്യൻസിൽ. എത്രയാണ്? 10 എണ്ണാണ്. ഒക്കെ പഠിച്ചു വെക്കുക. ഹുറൂഫുൽ ആത്തുഫി 10. പിന്നെ അഞ്ചാമത്തത് നൗഉൽ ലൊർഫി. ലൊർഫിൻ്റെ ഇനങ്ങൾ. ലൊർഫ് 2 എണ്ണാണെങ്കിലും ഒന്നൊരു ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ വന്നിരുന്നു. ഏതൊക്കെ? ലൊർഫ് ജമാനും ലൊർഫ് മക്കാനൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ 2 എണ്ണാണ്. അതിന് ഇത്നാനി എന്നെയ്ത്. നൗഉൽ ലൊർഫി ഇത്നാനി. ഒന്നാമത്തത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 എണ്ണാണ്. രണ്ടാമത്തത് മുൻഫസിലായ ലമീറുകൾ 14 എണ്ണാണ്. മൂന്നാമത്തത് ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരി. മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 5 എണ്ണാണ്.
പിന്നെ അത്തുഫിൻ്റെ അക്ഷരങ്ങളാണ് ഹുറൂഫുൽ അത്തുഫ് ചോദിച്ചത്, അത് അഷറത്തുൻ 10 പിന്നെ നൗഉൽ ലൊർഫിൻ്റെ ഇനങ്ങൾ ഇസ്നാനി 2 ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഇൽബിത്ത് ബിൽ അഷ്കാൽ, ഇഷ്കാൽ തീർത്തു കൊടുക്കുക. നമുക്കിത് കണ്ടാൽ തന്നെ ഒരു മനസ്സിലാവുമല്ലോ അല്ലേ, ഹർക്കത്ത് ഇടാനാണിത് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് എന്തെങ്കിലും ഹർക്കത്ത് ഇട്ട് കൊടുത്താൽ പോരാ, ഗ്രാമറൊക്കെ നോക്കിയിട്ട് ഇറാബുകളൊക്കെ നോക്കിയിട്ട് വേണം ഹർക്കത്തിടാൻ. ഇതെന്താണ്, ഇതൊരു ഫീൽ, ദഹബത്തു ഞാൻ പോയി അല്ലേ, എവിടേക്ക്, ഇല ലേക്ക് എന്നൊരർത്ഥം. ഇനി എവിടേക്കാണ്, ബൈത്ത്, ഇല ജറിൻ്റെ ഹർഫായതുകൊണ്ട് ബൈ തി എന്ന് വരണം, ജറിൻ്റെ ഹർഫാകുമ്പോൾ ജറ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല ബൈത്തിൽ ഉസ്താദി എന്ന് വരണം. ബൈത്തിൽ ഉസ്താദ് നമ്മൾ മുലാഫ് ഇലൈഹിക്ക് പഠിച്ചിരിക്കണമല്ലോ, അപ്പോൾ മുലാഫ് ഇലൈഹി മജ്റൂറായിരിക്കും എന്ന് പഠിച്ചിരിക്കണു. അപ്പോൾ ഇതാ ദഹബത്തു ഇലാ ബൈത്തിൽ ഉസ്താദി, അങ്ങനെ ചെയ്യാം. രണ്ടാമത്തത് എന്താ, അത് ഫീലാണ്, അക്കൽത്തു, ദഹബത്തു ഇലാ ബൈത്തിൽ ഉസ്താദ് പറഞ്ഞ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി എന്നർത്ഥം. അക്കൽത്തു ഞാൻ തിന്നു, എന്തിനെ തിന്നു, അസ്സമക്ക, ഇത് മഫ്ഊലാണ് വരിക. അക്കൽത്തു ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ ഫീലും ഫായിലും അവിടെ പോയി. സമക്കത്ത അല്ലേ മഫ്ഊല്, മീനിനെ തിന്നു. ഹത്ത എന്നുള്ളത് എന്താണ്, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഏതാണ്, അത്തുഫിൻ്റെ അക്ഷരമായിട്ടാണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തുഫ് നമ്മൾ മാത്തൂഫ് അലൈഹി മാത്തൂഫിനോട് ഇറാബിൽ തുടരുന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നസ്ബായത് കൊണ്ട് സമക്കത്ത എന്നുള്ളിടത്ത് മഫ്ഊലിന് അവിടെ നസ്ബായി വന്നത് കൊണ്ട് എന്താ ചെയ്യുക, സമക്കത്ത ഹത്ത റഅ്സഹ എന്ന് കൊടുക്കണം. എന്താ റഅ്സ അല്ലേ, അക്കൽത്തു സമക്കത്ത ഹത്ത റഅ്സഹ. അപ്പോൾ ആ 2 ഇറാബുകൾ ശ്രദ്ധിക്കുക. അടുത്തത് ലൈസ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈസ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ലൈസ മാത്രം എന്നുള്ള അതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ, കാന സ്വറ ബാത്ത അസ്ബഹ അൽഹാം സാദ് അല്ല മാസാൽ, അങ്ങനെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പണി, തർഫഉൽ ഇസ്മ തൻസിബുൽ ഖബറ എന്നാണ് പറഞ്ഞത്, ഇസ്മിന് റഫ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇസ്മത വരുന്നു, ലൈസൽ അംറു, എന്താ റഫ് ചെയ്തു. പിന്നെ ഖബറിന് നസ്ബാണ് ചെയ്യുക, അപ്പോൾ സഹ്ലൻ എന്താ നസ്ബ് ചെയ്തു, ലൈസൽ അംറു സഹ്ലൻ. നമുക്കതിങ്ങനെ പിന്നെ ഹർക്കത്ത് നൽകാം. ഇനി ഇവിടെ 5ാമതായിട്ട് തർജിം, പരിഭാഷപ്പെടുത്താനാണ്. അർത്ഥം എഴുതി കൊടുക്കുക. 3 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തത് എന്താണ്, ഔലമൽ അറൂസു ഹുബ്ബൻ ലി സുന്നത്തി റസൂൽ. ഔലമ പറഞ്ഞാൽ വിവാഹ സൽക്കാരം നടത്തി അല്ലെങ്കിൽ വിവാഹ സൽക്കാരം നൽകി എന്നൊക്കെ പറയാം. ആരൽ അറൂസ് പുതുമാരൻ അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്, ഹുബ്ബൻ ഇഷ്ടപ്പെട്ടതിനാൽ, ലി സുന്നത്തി റസൂൽ, സുന്നത്ത് പറഞ്ഞ ചര്യ, റസൂലിൻ്റെ ചര്യ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി എന്ന് പറയാം. എങ്ങനെ, റസൂലിൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി എന്ന് പറയാം. രണ്ടാമത്തേത് ഖുലിഖൽ ഇൻസാനു ലഈഫ. ഖുലിഖ പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു, ഖലഖ മഅറൂഫ് അതിൻ്റെ മജ്ഹൂലാണല്ലോ ഖുലിഖ. ആരെ സൃഷ്ടിക്കപ്പെട്ടു, അൽ ഇൻസാൻ മനുഷ്യനെ. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്, ലഈഫ ബലഹീനനായി എന്ന് പറയാം. അപ്പോൾ നമുക്കെങ്ങനെ പറയാം, മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം പറയാം. അടുത്തത് 3ാമത്തത് കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ. കുൻ എന്ന് പറഞ്ഞാൽ നീ ആവുക, ആലിമൻ ഒന്നെങ്കിൽ ആലിമാവുക അല്ലെങ്കിൽ അറിവുള്ളവൻ എന്നും പറയാം. ഔ അല്ലെങ്കിൽ മുത്തഅല്ലിമാവുക, അറിവിനെ തേടുന്നവനോ ആവുക എന്ന് പറയാം. അപ്പോൾ നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആവുക എന്നർത്ഥം പറയാം. നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആവുക. ഇനി 6ാമത്തത് തമ്മീം, പൂർത്തിയാക്കി കൊടുക്കാനാണ്. 2 ക്വസ്റ്റ്യൻസാണുള്ളത്. അതിലൊന്നാമത്തത് എന്താണ്, അൽ മഫ്ഊലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ ഡാഷ് വഖൂഇൽ ഫീലി ഔ ഡാഷ്. അൽ മഫ്ഊലു ഫീഹി, മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കി എഴുതി കൊടുക്കാം. ഇസ്മുൻ അതൊരു ഇസ്മാണ്, യദുല്ലു അതറിയിക്കുന്നു, അലാ സമാനി എന്നല്ല ഇവിടെ കൊടുക്കേണ്ടത്, സമാനി
വുഖൂഇൽ ഫീലി ഒരു ഫീല് സംഭവിച്ച കാലത്തിൻ്റെ മേൽ എന്നാണ്. അപ്പോൾ ഇവിടെ ആ സമാൻ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. കാലോ അല്ലെങ്കിൽ മക്കാനിഹി എന്നല്ലേ, അത് സംഭവിച്ച സ്ഥലത്തിൻ്റെ മേലിലോ അറിയിക്കുന്നതാണ്. അപ്പോൾ അൽ മഫൂലു ഫിഹി ഇസ്മുൻ യദുല്ലു അല കഴിഞ്ഞിട്ട് സമാനി ചേർത്ത് കൊടുക്കുക. വുഖൂഇൽ ഫീലി കഴിഞ്ഞിട്ട് വുഖൂഇൽ ഫീലി ഔ എന്ന് കഴിഞ്ഞിട്ട് മക്കാനിഹി ഒരു ഫീല് സംഭവിച്ച സ്ഥലത്തിൻ്റെയോ കാലത്തിൻ്റെയോ മേൽ അറിയിക്കുന്നതിനാണ് മഫൂലു ഫിഹി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ജംഉൽ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിം അത് ജർറ് ചെയ്യും. എന്തുകൊണ്ടാണ് ജർറ് ചെയ്യുക? ബില്യാ എന്നാണ് അല്ലേ. ബില്യാ ഇൽ മക്സൂറത്തി മാ ഖബ്ലഹ എന്നുള്ളതാണ്. ബില്യാ ഇൽ മക്സൂറത്തി മാ ഖബ്ലഹ. പിന്നെ റഫ് ചെയ്യുന്നത് അതിൻ്റെ ഇറാബുകളൊക്കെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഏതാ ചോദിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അടുത്തത് എട്ടാമത്തത് അരീബ അറബിയാക്കാനാണ്. 4 ചോദ്യങ്ങളുണ്ട്, അറബിയാക്കി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. അത് സിമ്പിളാണല്ലേ. ഞാൻ പഠിക്കുന്നവനാണ് എന്നുള്ളതിന് അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നുള്ളതിനൊക്കെ അനദാരിസുൻ എന്നാണ് നമ്മൾ പറയൽ. അനദാരിസുൻ. പിന്നെ 7ാം ക്ലാസ്സിൽ ഇൽ എന്നുള്ളതിന് ഫീ കൊടുക്കുക, ക്ലാസ് എന്നുള്ളതിന് സൊഫ് കൊടുക്കുക. ഫി ജറിൻ്റെ അർഫായത് കൊണ്ട് സൊഫി എന്നാണ് ചേർക്കുന്നത്. അനദാരിസുൻ ഫിസ് സൊഫി എത്രാം ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ. അപ്പോൾ ഫിസ് സൊഫി സാബേയി, അനദാരിസുൻ ഫിസ് സൊഫി സാബേയി എന്നാക്കാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. രണ്ടാമത്തത് അള്ളാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ഇതൊക്കെ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ഫീല് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക, പിന്നെ ഫായില്, പിന്നെ മഫൂല്, ആ ഓർഡറിൽ തന്നെ കൊടുക്കുക. ഇവിടെ ഫീല് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിന് യുഹിബു എന്നാണ് പറയല്ലേ. അഹബ്ബ ഇഷ്ടപ്പെട്ടു, യുഹിബു ഇഷ്ടപ്പെടും. യുഹിബു ആരിഷ്ടപ്പെടും? അള്ളാഹു. അപ്പോൾ യുഹിബുല്ലാ എന്നെഴുതാ. യുഹിബുല്ലാഹു അള്ളാഹു ഇഷ്ടപ്പെടും. നിഷ്കളങ്കരെ എന്നാണ്. നിഷ്കളങ്കർക്ക് അൽ മുഖ്ലിസീൻ എന്നാണ് പറയുക അല്ലേ. അൽ മുഖ്ലിസീന എന്നാക്കാം. യുഹിബുല്ലാഹുൽ മുഖ്ലിസീന. ഇവിടെ ഫായിലിന് റഫും മഫൂലിന് നസ്ബൊക്കെ വരണം. അതൊക്കെ ശ്രദ്ധിക്കണേ, ഇറാബുകളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തത് മുസ്ലിങ്ങൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. മുസ്ലിങ്ങൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. ഇതിലെ ഫീല് നോമ്പനുഷ്ഠിക്കലാണല്ലോ. നോമ്പനുഷ്ഠിക്കുന്നു, അതിന് യസൂമു എന്നാണ് പറയുക അല്ലേ. യസൂമു ആരാണ്? അതാണ് ഫായില്. ആരാണ്? മുസ്ലിമൂൻ. ജംഉ മുദക്കർ സാലിമാണത്. യസൂമുൽ മുസ്ലിമൂന. മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. പിന്നെ 1 മാസം എന്നുള്ളതിന് ഷഹ്റൻ എന്ന് പറയാം. ഷഹ്റൻ ലൊർഫു സമാനൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. പിന്നെ 4മത്തെ എന്താ? മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കും എന്നുള്ളതിൻ്റെ അതാണ് ഫീല്. അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അഫ്റഹു അല്ലേ, ഞാൻ സന്തോഷിക്കും. എപ്പോൾ? മഴ ഇറങ്ങുമ്പോഴെല്ലാം. മാദാമൊക്കെ നമ്മൾ പഠിച്ചല്ലോ. മാദാമ എല്ലാം എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് മാദാമ. എന്ത്? അൽ മത്തൊറു. മാദാമൽ മത്തൊറു. മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. നാസിലൻ ഇറങ്ങുമ്പോഴെല്ലാം എന്ന് പറയണ്ടല്ലോ. നാസിലൻ. അപ്പോൾ അഫ്രഹു മാദാമൽ മത്തൊറു നാസിലൻ എന്ന് പറയാം. ഇനി ഇവിടെ 8ാമതൊരു ആക്ടിവിറ്റി ഉക്തുബുൽ മായന അർത്ഥം എഴുതാനാണ്. ഒരു 5 വാക്കുകളുണ്ട്. അതിലൊന്നാമത്തത് റത്തുക്കുൻ എന്നാണ്. റത്തുക്കുൻ എന്ന് പറയുന്നത് അവിടെ ഒട്ടിപ്പിടിച്ചത് എന്നല്ല നമ്മൾ പഠിച്ചത്. ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ റത്തുക്ക് ഒട്ടിപ്പിടിച്ചത്. മഅറക്ക് എന്താണ്? യുദ്ധക്കളം. യുദ്ധക്കളം അതാണ് മഅറക്ക്. സ്വദീഖ് നമുക്കറിയാം, സിമ്പിളാണ്. ആരാ? കൂട്ടുകാരൻ അല്ലേ. സ്വദീഖ് കൂട്ടുകാരൻ. പിന്നെ മുഷാത്ത് എന്ന് പറഞ്ഞാൽ ആരാണത്? കാൽനടക്കാർ എന്നാണ്. കാൽനടക്കാർ അതാണ് മുഷാത്തിൻ്റെ അർത്ഥം. ഇബില് പറഞ്ഞാൽ സിമ്പിളാണ്. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇബില് പറഞ്ഞാൽ ഒട്ടകം അല്ലേ. അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതാതെ അറബി മലയാളത്തിൽ തന്നെ അർത്ഥം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000-ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.